ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡെയിനിസ് മണിയിലേക്ക് എല്ലാ ദൈവങ്ങളെയും സ്വാഗതം ചെയ്യാണ്. ഞാൻ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ആയിരിക്കുന്നത് എനിക്ക് ഉള്ളിലെ വളരെ സന്തോഷം തോന്നിയ ഒരു അനുഭവം ഉണ്ടായി. അതൊന്ന് ഞാൻ അച്ഛനായിട്ടൊന്ന് പങ്കുവയ്ക്കണം. അച്ഛൻ്റെ മറുപടി എന്താണ് നമുക്ക് കേൾക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിലൂടെ എന്തോ എന്ന് ജനത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛാ, ഞാൻ കുറച്ച് ദിവസങ്ങളായി ഗാഗുൽത്ത ധ്യാന മന്ദിരത്തിൻ്റെ അടുത്തുള്ള അതോട് ചേർന്ന് ഫ്രണ്ട്സ് ഓഫ് ജീസസ് എന്നൊരു ഭവനമുണ്ട്. ഏകദേശം 100-100ലധികം ആകാശപ്പറവുകൾ എന്ന് പറയാം. അപ്പൊ അവിടെ ഇടയ്ക്ക് ഞാൻ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ കുർബാന നടക്കുമ്പോൾ ഞാനടക്കമുള്ള വ്യക്തികൾ പലപ്പോഴും ഞാനടക്കം എന്ന് പറഞ്ഞാൽ ഒരു വചനപ്രഘോഷണം ആയതുകൊണ്ടാണ് ഞാൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചത്. ചിലപ്പോഴൊക്കെ എന്താ പറയുക, ദേവാലയത്തിൽ ചെന്ന് കൈ കെട്ടി നിൽക്കുക, ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ എൻ്റെ വായിൽ നിന്ന് സമയത്ത് കടന്നു വരുന്നില്ല. പക്ഷെ എന്നെ ശ്രദ്ധിച്ചത് അവിടുത്തെ ഒരു ഘോഷ് എന്ന ഒരു അന്യ സംസ്ഥാനക്കാരൻ. മലയാളം നിങ്ങൾ സംസാരിച്ചാൽ അവനറിയില്ല. പക്ഷെ അവൻ ആ കുർബാനയുടെ സീറോ മലബാറാണേലും ലാറ്റിനായാലും 2 റീത്തിനോട് ചെല്ലുന്നുണ്ട്. ഈ 2 റീത്തിൻ്റെ ചെല്ലുമ്പോഴും അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ചിലപ്പോൾ അച്ഛൻ്റെ അടക്കം അവൻ അത് ഉറക്കെ ഉച്ചത്തിൽ ചെല്ലുന്ന ഒരു ഭാഗം കണ്ടു. അച്ഛൻ ഞാൻ ചോദിക്കുകയാണ്, ആ ഒരു ശരിക്കും എന്തുകൊണ്ട് ആ മകന് സാധിക്കണം? അവന് ഭാഷ അറിയില്ല, എങ്ങനെയാണ് മനസ്സിലാവണമെന്ന് മനസ്സിലാവുന്നില്ല. അതിന് കുറ്റിക്കലച്ചൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ ആദ്യം ആഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞ് എൻ്റെ വ്യക്തിപരമായ കാര്യം ഞാൻ പറയാം. കുറ്റിക്കലച്ചൻ ആകാശപ്പറവുകൾക്ക് വേണ്ടി കുർബാനയില്ലേയും ധ്യാനം പറയുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പരിശുദ്ധ കുർബാന വർഷത്തിന് ഒരുക്കമായിട്ട് ഇറക്കിയ അപ്പസ്തോലിക കത്ത് മനെ നൊബിസ്കും നൊബീന് നാഥ വസിച്ചാലും അതിനെക്കുറിച്ച് ഈ ഭിക്ഷാടകരോട് അവരോട് ഈ നാഥ കൂടെ വസിച്ചാലും എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ കുർബാനയും പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ കുറ്റിക്കലച്ചൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഡീക്കൻ, ഇന്ന് അദ്ദേഹം അച്ഛനാണ്, പ്രസിദ്ധനാണ്, എന്തെങ്കിലും ആവട്ടെ, കുറ്റിക്കലച്ചനോട് ചോദിച്ച്, അച്ഛൻ എന്ത് പണിയായി കാണിക്കണം, ഇവർക്കൊക്കെ എന്ത് മനസ്സിലാകാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മലയാളം പോലും അറിയാത്തവരോട് ഈ മനേനോജിസ്റ്റുമൊക്കെ ഇറക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറ്റിക്കലച്ചൻ ആധികാരികമായിട്ട് ഡീക്കനോട് പറഞ്ഞു, മുട്ടുകുത്തും. അങ്ങനെ ഡീക്കൻ മുട്ടുകുത്തി. എന്നിട്ട് പറഞ്ഞു, പറയുക എന്നുള്ളത് എൻ്റെ കടമ, അത് വേണ്ട രീതിയിൽ വെളിപ്പെടുത്തി കൊടുക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. അത് അവിടെ നടക്കുന്നുണ്ട്. അതാണ് ഈ പറയുന്നത്. സത്യത്തില് ഇത് കുറ്റിക്കലച്ചൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞെങ്കിൽ ഈ നേരിട്ട് അനുഭവം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ മലയാളികൾക്ക് മാത്രം കൊടുക്കുക, മലയാളത്തിൽ പറഞ്ഞാലും ഏത് ഭാഷ പറഞ്ഞാലും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുക. വ്യക്തിപരമായിട്ട് ഇനി പറയാനുള്ളത്, ഇന്ന് ഞാൻ പല ആകാശപ്പറവുകളുടെ ആശ്രമങ്ങളിലേക്ക് പോകുന്നുണ്ട്. വളരെ ഭംഗിയായി പാട്ടുപാടുന്നു, പങ്കെടുക്കുന്നു, ഭയഭക്തി ആദരവോടുകൂടി അവർ, ഞാൻ പരിശുദ്ധ കുർബാന എപ്പോഴും രക്തത്തിൽ മുഖ്യമാണ് കൊടുക്കുന്നത്, ഭയഭക്തി ആദരവോടുകൂടി പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ആകാശപ്പറവുകളുടെ കുർബാന 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുത്ത് ഞാനും ചൊല്ലുമ്പോഴും വചനം പറയുന്നുമുണ്ട്. അപ്പോൾ കുറ്റിക്കലച്ചൻ പറഞ്ഞ ആ കാര്യം, അതായത് നമ്മളല്ല, ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് ഞാൻ ഇടിച്ചു കയറി പറഞ്ഞതല്ലേ, അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് വിവാഹ വിരുന്നിന് വിളിച്ച ഓർമ്മ വരണത്. വിളിക്കപ്പെട്ടവർ വരാതിരുന്നപ്പോൾ ഭിക്ഷ യാചിക്കുന്ന ആൾക്കാർക്ക് വരാൻ പറഞ്ഞു. വിളിക്കപ്പെട്ടവർക്ക് പറഞ്ഞ് മനസ്സിലാവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഞാനടക്കമുള്ള പലരും ഇന്ന് നോക്കുകുത്തികളായിട്ട് വിശുദ്ധ കുർബാനരെ അനാദരിക്കുകയാണ് ശരിക്കുന്നത്. പുസ്തകത്തിൽ നോക്കി റീഡ് ചെയ്യാം.
ഇനി അതോ കാണാപാഠം പഠിച്ചാൽ തന്നെ അതൊന്ന് വൈദികര് പറയുമ്പോൾ സമൂഹത്തിനോടൊപ്പം ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അനുഭവം, ശ്രദ്ധ, കോൺസെൻട്രേഷൻ ഒക്കെ നമുക്ക് കിട്ടും. എന്താ ശരി ഇങ്ങനെ വേറെ ബ്ലോക്ക് ഉണ്ടാവുന്ന കാരണങ്ങൾ? അത് കൂടുതൽ കുർബാന നമുക്ക് കിട്ടിയതുകൊണ്ടാണോ? ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. അതായത് ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത്, ഇന്ന് പലർക്കും കുർബാന എന്ന് പറഞ്ഞാൽ ആ തിരുവോസ്തി കിട്ടിയാൽ മതി. ബാക്കി ആരൊക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും, അച്ഛൻ ചൊല്ലിയാലും ചൊല്ലി തരും, അക്ഷരസ്ഫുടത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഒരു ഗാനമേള ഗായക സംഘം നടത്തിയാൽ അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ഈ തിരുവോസ്തി. അപ്പൊ കുർബാനയെ കുറിച്ചുള്ള ഒരു വലിയൊരു തെറ്റിദ്ധാരണ അവിടെ കിടപ്പുണ്ട്. രക്ഷാകര ചരിത്രത്തിലേക്ക് നമ്മൾ ആഘോഷമായിട്ട് പ്രവേശിക്കുകയാണെന്നുള്ളതായ ആ ഒരു ബോധം ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. ബാക്കി കാരണങ്ങളിലേക്ക് ഇപ്പോൾ വലിയൊരു, എനിക്ക് എന്നോടൊപ്പം കുറെ പലരും ഞാൻ കണ്ടിട്ടുണ്ട്, തിരുവോസ്തിക്ക് മാത്രം വരുന്നത്. കുർബാന പകുതിയിലെത്തുകയാണെങ്കിലും ആ തിരുവോസ്തി, ചിലർ തിരുവോസ്തി കഴിച്ച്, ഇപ്പൊ ഞാനായിരിക്കുന്ന അടവേലറി ഞാൻ കണ്ടിട്ടുണ്ട്, തിരുവോസ്തി കഴിച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുവരും, പിന്നെ ബാക്കിയുള്ള ഭാഗത്തിന് നിൽക്കുന്നില്ല. ഒരു മിനിറ്റ് മുമ്പ് ലത്തീമിൽ മാത്രമേ ലത്തീൻ കുർബാന ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് സുറിയാനി കുർബാന ഉണ്ടായിരുന്നു. അന്ന് സുറിയാനി ലത്തീനായിരുന്നപ്പോൾ ആർക്കും മനസ്സിലായില്ലായിരുന്നു എന്ന നമ്മുടെ ദുർവ്യാഖ്യാനത്തിന് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നും പഴയ ലത്തീൻ കുർബാന വീണ്ടെടുത്ത് അതിൽ ഭയഭക്തിയോടുകൂടി പങ്കെടുക്കുന്ന യൂറോപ്യൻ ജനത, അമേരിക്കൻ ജനതയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് കൂടി നമുക്ക് ഓർത്തിരിക്കും. എന്തായാലും അച്ഛൻ, എന്തായാലും വളരെ പെട്ടെന്നാണ് ഞാൻ അച്ഛനെ കണ്ടുമുട്ടിയത്. എനിക്കിത് ഉള്ളിലെ ഒതുക്കിയിട്ട് കുറെ നാളായി. ഞങ്ങളിത് പറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു ഭാഗം പ്രത്യേകിച്ച് എന്നെ സ്പർശിച്ച് ഞാൻ സൈഡിലിരുന്ന് വിശുദ്ധവാനിയായിരുന്നു. പക്ഷെ ആ പുള്ളിക്കാരൻ അറിയാതെ എനിക്കൊരു ക്യൂരിയോസിറ്റി കിട്ടിയതുകൊണ്ട് ഞാൻ ചെറിയൊരു ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്കത് കാണിക്കാം. എന്തായാലും ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഇതൊരു തമാശയോ അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഒരു ചർച്ചയോ അല്ല. വിശുദ്ധ കുർബാന ആധികാരികമായി നമ്മൾ എങ്ങനെയാണ് അതിൽ പങ്കെടുക്കേണ്ടത് എന്ന് അന്യ സംസ്ഥാനക്കാരെ നമ്മൾ പറഞ്ഞു തരുമ്പോൾ അത് പരിശുദ്ധാത്മാവാണ്. അത് കുറ്റിയിലച്ചൻ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് ഇനി കൂടുതലായി ഇനി ഏത് അവസരം കിട്ടുമ്പോൾ ഇതിൻ്റെ ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു പോവാം. എന്തായാലും ഒത്തിരി സന്തോഷം. ഞാനും നിങ്ങളും അച്ഛനും ഒക്കെ ഈ ഒരു എന്താ പറയുക ഭാഗങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് കൂടുതൽ വിശുദ്ധ കുർബാന കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതവും ബലിയർപ്പണം ഉണ്ടാകട്ടെ. പരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. Thank you.